ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റായ വോയിസസ് ഇൻ യൂണിസോൺ എന്നുള്ളതിൻ്റെ ആ യൂണിറ്റിലുള്ള പോയമാണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. ആൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ANT. ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ് അല്ലേ. അപ്പോൾ ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ അല്ലേ. ഹിയർ ഈസ് എ പോം അബൌട്ട് ആൻസ്. റീഡ് ആൻഡ് എൻജോയ്. ഇവിടെ എന്താണ് ഈ പോയം? എന്താണ്? ആൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഉറുമ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണിത്. നമുക്ക് റീഡ് ആൻഡ് എൻജോയ് ചെയ്യാം അല്ലേ. ഓക്കെ, ആൻസ് എന്താണ്? സച്ച് എ ലിറ്റിൽ തിങ് വി കോൾ ദ ആൻഡ്. എന്താ? ചെറിയൊരു സാധനം അല്ലേ. നമ്മൾ എന്താണ്? ചെറിയൊരു വസ്തുവാണ് എന്ത് നമ്മൾ വിളിക്കുന്ന ഉറുമ്പ് എന്ന് പറയുന്ന സാധനം അല്ലേ. സച്ച് എ ലിറ്റിൽ തിങ് വി കോൾ ദ ആൻഡ്. എന്താണ് നമ്മൾ ഉറുമ്പ് എന്ന് വിളിക്കുന്നത്? എന്താണ്? ഒരു ചെറിയൊരു വസ്തുവാണ് അല്ലേ. ഇറ്റ് സീംസ് ഇറ്റ് ഹാസ് നോ വേർഡ് ഫോർ കാണ്ട്. എന്താണ്? അതിന് കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിയില്ല അല്ലേ. കഴിയില്ല എന്നതിന് എന്താണ്? അതിനൊരു വാക്കുമില്ല എന്ന് തോന്നുന്നു അല്ലേ. അതിനെല്ലാ സാധനം എല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതിന് കഴിയില്ല എന്നുള്ള വാക്ക് അതിനെ അറിയില്ല എന്നുള്ളതാണ്. അതിനെല്ലാം കഴിയുന്നുള്ളതാണ്. ദേ വിൽ ക്ലൈംബ് അപ്പ് ഓവർ. അതെന്താണ്? അത് മുകളിലേക്ക് കയറും. പിന്നെന്താ? അറൗണ്ട് ചുറ്റിക്കറങ്ങും. ആൻഡ് ത്രൂ അല്ലേ. അതെന്താണ്? അതിലേയും കടന്നു പോകും അല്ലേ. എല്ലായിടത്തൂടെ എന്താണ്? ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഇറങ്ങിക്കൊണ്ടിരിക്കും, ചുറ്റിക്കറങ്ങും അല്ലേ. അതിന് കഴിയില്ല എന്നുള്ള വാക്ക് അതിനെ അറിയൂല അല്ലേ. എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് സീംസ് ദർ ഈസ് നത്തിങ് ആൻഡ്സ് കാൺ ഡു. എന്താ അവിടെ പറയുന്നത്? ഇവിടെ ഉറുമ്പുകൾക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലെന്ന് തോന്നുന്നില്ല. ഉറുമ്പുകൾക്ക് എല്ലാം കഴിയും അല്ലേ. ഇറ്റ് സീംസ് ദർ ഈസ് നത്തിങ് ആൻഡ്സ് കാൺ ഡു അല്ലേ. ഉറുമ്പുകൾക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ. എല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കും. ദേ നെവർ കിറ്റ്, ദേ നെവർ സ്റ്റേ. എന്താണ്? കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലീവ് അല്ലേ. പോകില്ല. എന്താണ്? പോവില്ല എന്നുള്ളതാണ് അല്ലേ. ദേ നെവർ കിറ്റ്. അതൊരിക്കലും പോവില്ല അല്ലേ. കിറ്റ് ചെയ്യില്ല. പിന്നെന്താണ്? ദേ നെവർ സ്റ്റേ. അവരവിടെ നിൽക്കൂല, പോവില്ല, നിൽക്കൂല അല്ലേ. എന്താണ്? അവർ ഒരിക്കലും അത് എന്താണ്? ഉപേക്ഷിക്കൂല, അല്ലെങ്കിൽ അവരൊരിക്കലും പോവില്ല, ഒരിക്കലും അവിടെ നിൽക്കൂല. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ. അവരെന്താണ്? അവർക്കൊരു വഴിയില്ലേ മറ്റൊരു വഴി അവർ കണ്ടെത്തും. അവർ ഓൾവേസ് ഫൈൻഡ് അനദർ വേ. ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അല്ലേ. ടു ഗെറ്റ് ടു വേർ ദേ നീഡ് ടു ഗോ. അവർക്ക് എവിടേക്കാണോ പോകേണ്ടത് അതെന്താണ്? ആ സ്ഥലത്തേക്ക് എത്താൻ എന്താണ്? അവർക്ക് ഒരു വഴിയില്ലെങ്കിൽ വേറൊരു വഴി അവർ കണ്ടുപിടിച്ചിരിക്കും. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എന്താണ്? അത് അവർക്ക് എങ്ങനെ കഴിയുന്നു, അവർക്ക് എങ്ങനെ അറിയുന്നു എന്നുള്ളത്, എങ്ങനെ അതിലേക്ക് എങ്ങനെയാണത് അറിയാമെന്നത് എന്താണ്? ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ദിസ് ബഗ് സോ സ്മോൾ. എന്താ ബഗ് പറഞ്ഞ? പ്രാണി അല്ലേ. ഈ ബഗ് എന്താണ്? സ്മോൾ ആണല്ലേ, ചെറുതാണ്. ദിസ് ടൈനി സ്പെക്ക് അല്ലേ. ഇതെന്താണ്? ഒരു ചെറിയൊരു പൊട്ട് പോലുള്ളതാണ് അല്ലേ. can teach us all how to earn respect അല്ലേ. എന്താണ്? അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ത്? ബഹുമാനം എങ്ങനെ നേടാമെന്ന് എന്താണ്? നമ്മളെല്ലാം അതിനെ പഠിപ്പിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അതിന് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ. നിൽക്കില്ല, പോവില്ല. എന്താണ്? ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ എന്താ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആരാ എഴുതിയിരിക്കുന്നത്? ഗാരി ബ്രേസൺ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് മീനിങ് ആണ് കേട്ടോ. ബഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻസെക്റ്റ്. ഓക്കെ, ക്വിറ്റ് എന്ന് പറഞ്ഞാൽ ടു ലീവ്, പോവുക അല്ലേ. സ്പെക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി സ്മോൾ, ചെറുത്, ഒരു പൊട്ട് പോലെ എന്നുള്ളത്. വണ്ടർ, ഫീലിംഗ് ഓഫ് അമേസ്മെൻറ്റ്, അത്ഭുതം എന്നുള്ള അർത്ഥം കേട്ടോ. നോക്കൂ, ദ പോയിന്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട് വൈ. ഈ പോയറ്റ് എന്താ പറയുന്നത്? ആൻസിനെ അറിയൂല അല്ലേ. എന്താണ്? കഴിയില്ല എന്നുള്ള വാക്ക് അറിയില്ല എന്നുള്ളതാണ് അല്ലേ. അതെന്തുകൊണ്ടാണ് പോയറ്റ്സ് പറയുന്നത്? എന്താണ്? ദ പോയറ്റ് സേസ് ദാറ്റ് ആൻസ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട് ബിക്കോസ് ദ ആൻസ് ആർ ഹാർഡ് വർക്കിംഗ് ആൻഡ് നെവർ ഗീവ് അപ്പ് അല്ലേ. എന്താണ് പോയറ്റ് അങ്ങനെ പറയാൻ? എന്താണ്? ഈ ഉറുമ്പിന്, ആൻസിന് കഴിയില്ല എന്നുള്ള വാക്ക് അറിയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും എന്താണ്? ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അല്ലേ, നന്നായി കഠിനാധ്വാനം ചെയ്യുന്നൊരു ജീവികളാണിത് ആൻസ് അല്ലേ. അതുപോലെ എന്താണ്? അതൊന്നും ഒട്ടേച്ച് പോവുകയുമില്ല അല്ലേ. അത് കംപ്ലീറ്റ് ആക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പോയിട്ട് പറഞ്ഞത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വാട്ട് വേസ് ഡു ആൻഡ്സ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ. ഏത് വഴിയിലൂടെയാണ്, എങ്ങനെയാണ് ഈ ആൻസ് അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നത്? അത് സ്മോൾ ആയിട്ടുള്ളൊരു ക്രീച്ചറാണ് അല്ലേ. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നത്? ആൻസ് വർക്ക് ടുഗദർ ആസ് എ ടീം അല്ലേ. ആൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരുമിച്ചാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലേ. ഒരു ടീമായിട്ടാണ് ഒരുമിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. ആൻഡ് നെവർ ഗീവ് അപ്പ് ഈവൻ ദോ ദേ ആർ സ്മോൾ അല്ലേ. എന്താണ്? അവർ ചെയ്യുന്ന വർക്ക് എന്താണെങ്കിലും എന്താണ്? അത് അവർ എന്താണ്? ഗിവപ്പ് ചെയ്യൂല, അവരത് ഉപേക്ഷിക്കൂല അല്ലേ. അവർ ടീമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർ എന്താണ്? ഒരിക്കലും എന്താണ്? തളരൂല അല്ലേ. അവർ ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ എന്താണ്?
തളരുകയും എന്താണ് ഉപേക്ഷിക്കുകയും ഇല്ല അല്ലേ. അവർ സ്മോളാണ്, ഈവൻ അവർ സ്മോൾ ആണെങ്കിൽ കൂടി തന്നെ എന്താണ് അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ എന്താണ് ഒരു ടീമായിട്ടാണ് ഒരുമിച്ചാണ് ചെയ്യുക. അവർ നെവർ ഗീവ് അപ്പ്, ഒരിക്കലും തളരുകയും ഇല്ല അല്ലേ. വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻസ്? എന്ത് ലെസൺ, എന്ത് പാഠാണ് നിങ്ങൾ ഈ ആൻസിൻ്റെ ആ ലൈഫിൽ, ആൻസിൻ്റെ ഉറുമ്പുകളുടെ ജീവിതത്തിൽ എന്ത് പാഠാണ് നമ്മൾ പഠിക്കുക? ആൻസ് ടീച്ചേഴ്സ് അല്ലേ, എന്താണ് ടു വർക്ക് ഹാർഡ് ചെയ്യാൻ അല്ലേ, കഠിനാധ്വാനം ചെയ്യാൻ, ഹെൽപ്പ് അതേഴ്സ് ബാക്കിയുള്ളവരെ സഹായിക്കാൻ, വർക്ക് ആസ് എ ടീം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, ആൻഡ് നെവർ ഗീവ് അപ്പ് അല്ലേ, ഒരിക്കലും ഉപേക്ഷിക്കുകയും ചെയ്യരുത് അല്ലേ. ഇതാണ് നമ്മളെ ഉറുമ്പ് പഠിപ്പിക്കുന്നത് അല്ലേ. Then activity 1 ആണ് കേട്ടോ. In the poem ants, the word and can't are rhyming words. Find out other rhyming words from the poem. ഇപ്പോൾ പോയത്ത് നിന്ന് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡും കാണ്ടും എന്താണ് റൈമിംഗ് വേർഡ് ആണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഈ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത് കേട്ടോ. എന്താണ് ഈ റൈമിംഗ് വേർഡ്? നോക്കൂ, റൈമിംഗ് RHY ഇത് കേട്ടോ, RHYMING റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സെയിം സൗണ്ടിൽ അവസാനിക്കുന്നതിനാണ് ഇത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയത്തിൽ 1-2 ലൈനിൻ്റെ ഉള്ളിലായിട്ട് എന്താണ് സെയിം സൗണ്ടിൽ അവസാനിക്കുക, ലാസ്റ്റത്തെ വേർഡേ പറ്റുള്ളൂ കേട്ടോ. നോക്കൂ, ആൻഡ് കാണ്ട്, ഓക്കെ, നടുക്കുള്ളൊന്നും പാടില്ല. ആ പോയത്തിൻ്റെ ആ ലൈനിൻ്റെ അവസാനത്തെ വേർഡുകൾ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റൈമിംഗ് വേർഡ്സ് ആൻഡും കാണ്ടും പറ്റും അല്ലേ. ആ സെയിം സൗണ്ടിലല്ല അവസാനിക്കുന്നത്. ആൻഡും ത്രൂവും സെയിം സൗണ്ടിലാണ് അവസാനിക്കുന്നത് അല്ല അല്ലേ. ആൻഡ് എന്നുള്ളതിലാണ് അവസാനിക്കുന്നത്, ത്രൂ എന്നുള്ളതിലാണ് അവസാനിക്കുക. അപ്പോൾ അത് പറ്റൂല അല്ലേ. അപ്പോൾ എന്താണ് ആ സെയിം സൗണ്ടിൽ അവസാനിക്കണം കേട്ടോ. അപ്പോൾ ആൻഡ് കാണ്ട് രണ്ടിലും എന്താണ് ഇന്ത്യ അവസാനിക്കുന്നത്. അപ്പോൾ അത് റൈമിംഗ് വേർഡാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ത്രൂ ഡു അല്ല അവസാനിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറ്റും കേട്ടോ, ത്രൂവും ഡൂവും പറ്റും. ദെൻ നെക്സ്റ്റ് നോക്കൂ, സ്റ്റേ വേ പറ്റൂലേ. സ്റ്റേ വേ സെയിം സൗണ്ടിലല്ല അവസാനിക്കുന്നത്, പറ്റൂലേ. അപ്പോൾ നിങ്ങൾ സ്റ്റേ വേ എന്ന് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ഏതൊക്കെയാണ് എഴുതേണ്ടത്? ഇപ്പം ആൻഡും കാണ്ടും അവിടെ തന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് എഴുതേണ്ടത് ഇത് എഴുതുക കേട്ടോ. ത്രൂ ഇടുക, പിന്നെന്താണ് ഈ ഡൂം. ഓക്കെ, ത്രൂന്ന് എഴുതുക, എന്നിട്ട് ഒരു വരട്ടിട്ട് ഡൂന്ന് എഴുതുക കേട്ടോ. ത്രൂന്ന് എഴുതുക, എന്നിട്ട് ഒരു വരട്ടിട്ടാണ് എന്ത് ഡൂന്ന് എഴുതേണ്ടത്. ഓക്കെ, ഡൂന്ന് എഴുതുക, അത് റൈമിംഗ് വേർഡാണ്. ഓക്കെ, പിന്നെ അടുത്ത ലൈനിൽ എന്താണ് സ്റ്റേ വേ അല്ലേ. സ്റ്റേ വരട്ടിട്ട് വേ എന്ന് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഗോ നോ ഓ അല്ല അവസാനിക്കുന്നത്. അപ്പോൾ അതും പറ്റൂ കേട്ടോ, ഗോ നോ അല്ലേ. പിന്നെന്താണ് സ്പെക്ക് റെസ്പെക്റ്റ് പറ്റൂല കേട്ടോ. ഗോ നോ ഓ അല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ ഗോയിനും പറ്റും. ദെൻ സ്പെക്ക് റെസ്പെക്റ്റ് പറ്റൂല കേട്ടോ. നമുക്ക് ഇത് ടീല അവസാനിക്കുക, അപ്പോൾ ഇത് പറ്റൂല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്നല്ല, സെയിം സൗണ്ടിൽ അവസാനിക്കുന്നതാണ് ഇത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ റിഡിൽ ഒന്ന് നോക്കുക കേട്ടോ. നോക്കാം. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. ഞാൻ എന്താണ് ഇരുട്ടായുള്ള സ്കൈയിൽ അല്ലേ, രാത്രി എന്താ ആകാശത്ത് എന്താണ് ട്വിങ്കിൾ ചെയ്യും. ബ്രൈറ്റ് ആൻഡ് ഫാർ നല്ല ബ്രൈറ്റ് ചെയ്യും, ദൂരെയാണ് ഞാൻ. ഹൈ ഇൻ ദ സ്കൈ സ്കൈൻ്റെ ഉയരത്തിൽ അല്ലേ. ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ് രാത്രികളിൽ ഞാൻ പാറ്റേൺ ആവും. ഹു ആം ഐ ആരാണ്? സ്റ്റാർ അല്ലേ. എന്താണ് സ്റ്റാർ. അപ്പോൾ എന്താക്കുക നിങ്ങളിവിടെ ഇത് കേട്ടോ, STAR കേട്ടോ, STAR കേട്ടോ, സ്റ്റാർ. ഓക്കെ, ആറാണ് ശരിയാക്കുക. ഓക്കെ, STAR ആണ് സ്റ്റാർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, നൗ മേക്ക് റിഡിൽസ് അബൌട്ട് ആൻഡിനെ കുറിച്ചുള്ള റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ബട്ടർഫ്ലൈനെയും ഹണി ബീനെ കുറിച്ചിട്ടൊക്കെ എന്താണ് നിങ്ങൾ റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക ആൻഡിനെ കുറിച്ചിട്ട്? ഓക്കെ, ആൻഡിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഐ മൂവ് ഓൺ ദ ഗ്രൗണ്ട് സോ സ്മോൾ ആൻഡ് ഇൻ എ ഗ്രൂപ്പ് ഐ മാർച്ച് ഓൾ അറൗണ്ട് നെവർ ക്വിറ്റ് ആൻഡ് നെവർ സ്റ്റോപ്പ്. ഹു ആം ഐ എന്താണ്? ഐ മൂവ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ മൂവ് ചെയ്യും. സോ സ്മോൾ ആണ്, ഗ്രൂപ്പാണ്. ഞാൻ ചുറ്റും ഞങ്ങൾ എന്താണ് മാർച്ച് ചെയ്യും. നെവർ ക്വിറ്റ് ആൻഡ് നെവർ സ്റ്റോപ്പ് ആണല്ലേ. ഹു ആം ഐ ഞങ്ങൾ ആരാ? ആൻഡ് ഉറുമ്പ് അല്ലേ. ദെൻ നെക്സ്റ്റ് ബട്ടർഫ്ലൈനെ കുറിച്ചിട്ടോ, ഐ ഫ്ലൈ അറൗണ്ട് ഫ്ലവേഴ്സ് ഫ്ലവറിന് ചുറ്റുമാണ് ഞങ്ങൾ പറക്കുക അല്ലേ. വിത്ത് ബ്യൂട്ടിഫുൾ വിങ്സ് നല്ല ഭംഗിയുള്ള വിങ്സ് ചിറകുകളുണ്ട്. ആൻഡ് ഐ ഡ്രിങ്ക് സ്വീറ്റ് നെക്ടർ എന്താണ്
സ്വീറ്റ് നെക്ടറാണ് ഞാൻ കുടിക്കുന്നത് അല്ലേ. ആൻഡ് ലേ എഗ്സ് ഔട്ട് ഓഫ് സൈറ്റ്, എന്താണ് മുട്ടയിടും അല്ലേ. ഞാൻ ആരാണ് ബട്ടർഫ്ലൈ അല്ലേ. നെക്സ്റ്റ് ഹണി ബീൻ്റെ നോക്കിയേ. ഐ ലിവ് ഇൻ എ ഗ്രൂപ്പ്, ഞങ്ങൾ താമസിക്കുന്ന ഗ്രൂപ്പായിട്ടാണ്. ഹൈ അപ്പോൺ എ ട്രീ, മരത്തിൻ്റെ മുകളിലായിട്ട് അല്ലേ. ഇൻസൈഡ് എ ഹൈവ്, ഹൈവിൻ്റെ ഉള്ളിൽ അല്ലേ. ഐ മേക്ക് സ്വീറ്റ് ഹണി, ഞാൻ സ്വീറ്റ് ഹണി ഉണ്ടാക്കുന്നുണ്ട്. ആരാണ്? ഹണി ബി അല്ലേ. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ് കേട്ടോ. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വെർ ആൻഡ്സ് ലിവ്. എന്താണ് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഒന്ന് നോക്കുക അല്ലേ. എവിടെയാണ് ഉറുമ്പുകൾ ജീവിക്കുന്നത് അല്ലേ. ഒബ്സർവ് ചെയ്യുക. ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗദർ. എന്താണ് ഈ ഉറുമ്പുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് ദാറ്റ്, വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതുക അല്ലേ. എന്താണ് അവരെന്താ ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ, അവർ തമ്മിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറുമ്പിൻ്റെ ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കുക കേട്ടോ, ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് വർക്ക് ടുഗദർ ടു ക്യാരി എ ബിഗ് പീസ് ഓഫ് ബനാന ടു ദെയർ നെസ്റ്റ്. ഒരു ബിഗ് പീസ് ഓഫ് ബനാന എന്താണ് അവരവരുടെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം അല്ലേ. ദ ഫുഡ് പീസ് ഈസ് ടു ലാർജ് ടു മൂവ്. ഈ ഫുഡ് പീസ് ഭയങ്കര വലിയതാണ് അല്ലേ. അവർക്ക് മൂവ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ബുദ്ധിമുട്ടുള്ളൊരു വലിയ പീസാണ്. ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ക്യാരി അലോൺ. ഒരാളൊറ്റ കൊണ്ടുപോകുന്നത് എന്താണ് പോസിബിൾ അല്ല അല്ലേ. ദർ ടീം വർക്ക് ആൻഡ് കോഓപ്പറേഷൻ മേക്ക് ഇറ്റ് പോസിബിൾ അല്ലേ. അവരെ ഒരുമിച്ചുള്ള ടീം വർക്കും അവരുടെ ഒരുമിച്ചുള്ള ഒത്തൊരുമയൊക്കെ എന്താണ് അത് പോസിബിൾ ആക്കുകയാണ് അല്ലേ. ആൻഡ്സ് ആർ സ്മോൾ, ഉറുമ്പുകൾ ചെറുതാണ്. ദേ വർക്ക് ടുഗദർ ടു ഫൈൻഡ് ആൻഡ് ക്യാരി ഫുഡ് ടു ദെയർ നെസ്റ്റ് അല്ലേ. അവരെന്താണ് ഉറുമ്പുകൾ ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ഫുഡ് എന്താണ് അവർക്ക് അവരുടെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആൻഡ്സ് ഹാവ് യൂണിറ്റി ആൻഡ് കോഓപ്പറേഷൻ അല്ലേ. എന്താണ് ആൻഡ്സിന് എന്താണ് അവർക്ക് യൂണിറ്റി അല്ലേ, ഐക്യമുണ്ട് അല്ലേ. ഒരുമിച്ച് വർക്കും ചെയ്യും. ഇഫ് the food is too large and to move, they pull together and carry it to share with the rest of the family അല്ലേ. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയതാണ് അല്ലേ. അത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഒരുമിച്ച് വലിച്ചു കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. എന്നാലും അവരെന്താണ് അവരുടെ ബാക്കിയുള്ള ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളത് എന്താണ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് അല്ലേ. നെക്സ്റ്റ് ഇഫ് വൺ ഈസ് ഇൻജേർഡ് ദേ ഹെൽപ്പ് ഹിം ഔട്ട്. ഒരാൾ എന്താണ് ഇൻജേർഡ് ആകുമ്പോൾ എന്താണ് ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇഫ് വൺ ഫാൾസ് ഇൻ എ പിറ്റ് ദേ ഓൾ വർക്ക് ടു റെസ്ക്യൂ ഹിം അല്ലേ. ഒരാൾ വീഴുകയാണെങ്കിൽ എന്താണ് മറ്റേ ആൾക്കാർ എന്താണ് രക്ഷപ്പെടുത്തും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ എഴുതിയത് തന്നെ ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ളതിൽ നിങ്ങൾ എവിടെയാണോ കണ്ടത് അത് എഴുതുക കേട്ടോ. എന്നിട്ട് ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി എന്താണ് അടുത്ത ചാപ്റ്റർ ഈ ചാപ്റ്റർ എന്താണ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.